കാസർഗോഡ് യാത്രാവിശേഷങ്ങളാവാം ഇന്നത്തെ വീഡിയോയിൽ. ഇത്തവണത്തെ യാത്രയിൽ ഞാനും വിഷ്ണുചേട്ടനും സഞ്ജുവും തന്നെയായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കാസർഗോഡ് വരെയായിരുന്നു പോയിരുന്നത്. ഉറക്കവും സിനിമ കാണലും അന്താക്ഷരി കളിക്കലും ലുഡോ കളിക്കലും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ ട്രെയിൻ യാത്ര തുടർന്നു. കാസർഗോഡ് അനുവിൻ്റെ വീട്ടിൽ ഞങ്ങളെ കാത്തിട്ട് സിന്ധുവും ശ്രീകുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രിയായപ്പോഴത്തേനും ഞങ്ങൾ അനുവിൻ്റെ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടെ അവളുടെ വീടിൻ്റെ അടുത്തൊക്കെ നടക്കുകയും ഒരു മോർണിംഗ് വാക്കൊക്കെ ആയി. ഒരു ഉച്ചയോടുകൂടി ഞങ്ങളെല്ലാവരും കൂടെ അനുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് ആ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോകാനായിട്ട് പ്ലാൻ ചെയ്ത സ്ഥലം ഗുരുവനം എന്ന ആശ്രമത്തിലേക്കായിരുന്നു. ചെറിയ ട്രക്കിംഗ് എഫക്റ്റൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. കുറച്ചും കൂടെ മഴക്കാലത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടെ തണുപ്പുള്ള സമയത്തോ വരുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇതൊരു വനത്തിനകത്തോട്ട് ഒരു ആശ്രമം പോലെയാണ്. ബലം പോലെ പ്രതിഷ്ഠയും പൂജയും വെച്ച് ആരാധനയും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇത്. ഇതിനകത്തൊരു ഗുഹയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാമെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ യാത്ര. ഗുഹ കണ്ടെങ്കിലും പാമ്പിനെ പേടിച്ച് ഞങ്ങളാരും അതിനകത്തോട്ട് കയറാനായിട്ട് നിന്നില്ല. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആനന്ദാശ്രമമായിരുന്നു. ഇവിടെ ഇതേപോലത്തെ കുറേ പല റൂമുകളായിട്ട് തിരിച്ചിട്ട് അവിടെയെല്ലാം ഭജന, ധ്യാനം അങ്ങനെയുള്ള രീതികളാണ് ഇവിടെ ഉള്ളത്. ചിലയിടത്ത് ആർട്ട് ഗ്യാലറികളും എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി തണൽ മരങ്ങളും ആൽമരങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തിട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാനും ഒരു ശാന്ത അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാസർഗോഡ് വരെ വന്നിട്ട് ബേക്കൽ കോട്ട കാണാതെ പോയാൽ അതൊരു മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അടുത്തത് ബേക്കൽ കോട്ടയിലേക്കായി യാത്ര. അസ്തമയ സമയമായതുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിലും അതിന് ചൂടില്ലായിരുന്നു. പിന്നെ കടൽക്കാറ്റും ഉണ്ടല്ലോ നമുക്ക്. കോട്ടയുടെ നിർമ്മാണ രീതി, അവിടുത്തെ സുരക്ഷാ ഭിത്തികൾ, മറ്റ് ആശയവിനിമയ മാർഗങ്ങൾ ഇതെല്ലാം വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആ കോട്ട മുഴുവൻ ഞങ്ങൾ നടന്നു കണ്ടു. കോട്ടയിൽ നിന്ന് ബേക്കൽ ബീച്ചിലെ ദൃശ്യം വളരെയധികം ഭംഗിയുള്ളതായിരുന്നു. സൂര്യാസ്തമയം അങ്ങനെ ബേക്കൽ ഫോർട്ടിൽ തീർക്കണ്ട എന്ന് കരുതി ബേക്കൽ ബീച്ചിലേക്ക് ഞങ്ങൾ നീങ്ങി. ബേക്കൽ ബീച്ചിൽ നിന്ന് സൂര്യാസ്തമയവും കണ്ട് കുറച്ച് നേരം കടലിൽ കളിച്ച് അവിടുത്തെ പാർക്കിലൊക്കെ കയറി കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. നല്ല ഭംഗിയുള്ള ക്രിയേറ്റീവായിട്ടുള്ള വാൾ പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു യാത്രയും ഒരു ദിവസവും അവിടെ തീരുകയാണ്. ഇതുപോലെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒത്ത് വീണ്ടും യാത്രകൾ ചെയ്യാൻ കഴിയണമെന്ന് വിചാരിച്ചുകൊണ്ട് അന്നത്തെ യാത്ര അവിടെ കൊണ്ട് അവസാനിച്ചു.